विश्वजनीनं विश्वदमन्दं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिल निന്നमृताय पകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ। प्यारे बच्चों नमस्ते। आज की हिंदी कक्षा में सबका हार्दिक स्वागत है। तो हम पक्षी और दीमक कहानी पढ़ रहे थे। ये किसकी कहानी है? मुक्ति बोध की कहानी है। हमारे नौजवान पक्षी को दीमक खाने का शौक था। वो कैसे दीमक खाता था? अपने पंख देकर दीमक खाता था और गाते गाते उसकी हालत कैसी हुई? वो आसमान में उड़ नहीं सकता था, एक पेड़ से दूसरे पेड़ तक पहुंच पाता था, है ना? അപ്പോൾ അത്രയല്ലേ നമ്മൾ പഠിച്ചത്. അതായത് നമ്മുടെ നോജവാൻ പക്ഷി ഇങ്ങനെ തൻ്റെ തൂവൽ പറിച്ചു കൊടുത്ത് ചിതലിനെ വാങ്ങി തിന്ന് അവസാനം അവന് പറക്കാൻ പറ്റാതെയായി. അതിനുശേഷം അവന് ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് പോലും പറക്കാൻ പറ്റാതെയായി. അതിനുശേഷം മരത്തിൻ്റെ ചില്ലകളിൽ കൂടെ തത്തി നടക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്ന അവസ്ഥയിലും എത്തി. അപ്പം അത്രയായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോക്കാം. बीच बीच में गाड़ी वाला बुत्ता दे जाता, वो कहीं नज़र में न आता, पक्षी उसके इंतज़ार में खुलता रहता. അപ്പോൾ ആ പാരഗ്രാഫ് ഒന്ന് നോക്കിയേ. ബീച്ച് ബീച്ച് മേ ഇടയ്ക്കിടയ്ക്ക് ഗാഡി വാല ബുത്താ ദേ ജാത്ത. ബുത്താ ദേന എന്ന് പറഞ്ഞാൽ പറ്റിക്കുക എന്നാണ്, ചതിക്കുക എന്നൊക്കെ അർത്ഥം. ഓ കഹി നസർ മേനെ ആത്ത, അവനെ പലപ്പോഴും കാണാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പുള്ളി വരാണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടിക്കാരൻ ഈ പക്ഷിയെ പറ്റിക്കാൻ തുടങ്ങി. എങ്ങനെയാണ്? അവൻ പല ദിവസവും വരികയില്ല. പക്ഷി ഉസ്കെ ഇന്തസാർ മേ ഖുൽത്താ രഹത്ത, പക്ഷി അവനെ കാത്തിരുന്ന് ഇങ്ങനെ ഉരുകുമായിരുന്നു. ഖുൽന എന്ന് പറഞ്ഞാൽ ഉരുകുക എന്നൊക്കെയാണ് അർത്ഥം. അലിയുക, ഉരുകുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം പക്ഷി ഈ വണ്ടിക്കാരനെ കാത്തിരുന്ന് ഇങ്ങനെ ഉരുകുമായിരുന്നു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. ലേക്കിൻ ദീമകോ കാ ശൗക് ജോ ഉസേ था, उसने सोचा मैं खुद दीमकें ढूंढूंगा, इसलिए वो पेड़ पर से उतरकर ज़मीन पर आ गया और घास के एक लहराते गुच्छे में सिमट कर बैठ गया. ലേക്കിൻ ദീമകോ കാ ഷോക്ക് ജോ ഉസേ था, പക്ഷേ ഇപ്പോഴും അവന് ആ ചെതലുകളുടെ കൊതി ഉണ്ടായിരുന്നു. ഉസ്നെ സോച്ച, അവൻ ചിന്തിച്ചു. മേ ഖുദ് ദീമകെ ഢൂണ്ടൂങ്ക, ഞാൻ സ്വയം ചിതലുകളെ തെരയും. ഇസ്ലിയെ, അതുകൊണ്ട് വോ പേട് പർ സെ ഉത്തർക്കർ, അവൻ മരത്തിൽ നിന്ന് ഇറങ്ങി ജമീൻ പർ ആഗ്യ, നിലത്തേക്ക് വന്നു. ഓർ ഘാസ് കെ ഏക് ലഹരാത്തെ ഗുച്ഛേ മേ സിമട്ട് കർ ബൈഠ് ഗയ, പുല്ലിൻ്റെ ഒരു കാറ്റത്ത് ആടിക്കളിക്കുന്ന ഒരു കൂട്ടത്തിനകത്ത് ഇവനിങ്ങനെ പതുങ്ങിയിരുന്നു. സിമട്കർ ബൈഠ എന്ന് പറഞ്ഞാൽ പതുങ്ങിയിരിക്കുക, പമ്മിയിരിക്കുക എന്നൊക്കെയാണ്. അപ്പം മരത്തിൽ നിന്നിറങ്ങി ഒരു പുല്ലിൻ്റെ കൂട്ടത്തിനിടയിൽ ഇവനിങ്ങനെ പതുങ്ങിയിരിക്കാൻ തുടങ്ങി. फिर एक दिन उस पक्षी के जी में न मालूम क्या आया, वो खूब मेहनत से ज़मीन में से दीमकें चुन चुनकर खाने के बजाय उन्हें इकट्ठा करने लगा. अब उसके पास दीमकों के ढेर हो गए. फिर एक दिन, പിന്നെ ഒരു ദിവസം, ഉസ് പക്ഷിക്ക് ജീ മേ ന മാലൂം ക്യാ ആയ, അവൻ്റെ മനസ്സിൽ അറിയില്ല എന്താ വന്നതെന്ന്. എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രത്യേക ചിന്ത വന്നു, അതെന്താണെന്നറിയില്ല. ജി എന്ന് പറഞ്ഞാൽ മനസ്സെന്നാണ് അർത്ഥം കേട്ടോ. വോ ഖൂബ് മെഹനത് സെ, അവൻ വളരെ പരിശ്രമിച്ച് കഷ്ടപ്പെട്ട്, ജമീൻ മേ സെ ദീമകെ ചുൻ ചുൻകർ ഖാനെ കെ ബജായ് ഉന്നെ ഇക്കഠാ കർനെ ലഗാ, അവൻ വളരെ പരിശ്രമിച്ചിട്ട് മണ്ണിൽ നിന്ന് ദീമകെ ചുൻ ചുൻകർ, ഈ ചെതലുകളെ ഇങ്ങനെ തിരഞ്ഞെടുത്ത് ഖാനെ കെ ബജായ്, തിന്നുന്നതിന് പകരം, ഉന്നെ ഇക്കഠാ കർനെ ലഗാ, അതിനെ ശേഖരിച്ച് വെക്കാൻ തുടങ്ങി. അപ്പം ചെതലുകളെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നല്ലോ ഈ പക്ഷി. ഒരു ദിവസം എന്താ സംഭവിച്ചതെന്നറിയില്ല, അവൻ വളരെ കഷ്ടപ്പെട്ട് ഈ ചെതലുകളെ തെരഞ്ഞു പിടിച്ച് തിന്നുന്നതിന് പകരം സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങി. अब उसके पास दीमकों के ढेर ഹോ ഗയ്, ഇപ്പോൾ അവൻ്റെ കയ്യിൽ ചിതലുകളുടെ
ढेर के ढेर हो गए. ढेർ എന്ന് പറഞ്ഞാൽ കൂന എന്നർത്ഥം, ഹീപ്പ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ढेर का ढेर होना എന്ന് പറഞ്ഞാൽ എന്താ, കുറേ ആയി എന്നാണ്, ഒത്തിരി ചെതലുകളായി അവൻ്റെ അടുത്ത്. फिर एक दिन एकाएक वह गाड़ी वाला दिखाई दिया. पक्षी को बड़ी खुशी हुई. उसने पुकार कर कहा, गाड़ी वाले ओ गाड़ी वाले, मैं कब से तुम्हारा इंतजार कर रहा था. फिर പിന്നെ एक दिन एकाएक ഒരു ദിവസം പെട്ടെന്ന് वो गाड़ी वाला दिखाई दिया, ആ വണ്ടിക്കാരൻ പ്രത്യക്ഷനായി. പക്ഷി को बड़ी खुशी हुई, പക്ഷിക്ക് ഭയങ്കര സന്തോഷമായി. उसने पुकार कर कहा, അവൻ വിളിച്ചു പറഞ്ഞു, गाड़ी वाले ओ गाड़ी वाले, വണ്ടിക്കാരാ ഓ വണ്ടിക്കാരാ, मैं कब से तुम्हारा इंतजार कर रहा था, ഞാൻ എപ്പോൾ തുടങ്ങി നിന്നെ കാത്തിരിക്കുകയാണ് ഇവിടെ. पहचानी आवाज सुनकर गाड़ी वाला रुक गया. तब पक्षी ने कहा, देखो मैंने कितनी सारी दीमकें जमा कर ली हैं. पहचानी आवाज सुनकर गाड़ी वाला रुक गया. അപ്പോൾ പരിചിതമായ ശബ്ദം, പെഹച്ചാന എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചറിയുക എന്നാണ്. അപ്പോൾ ഇവിടെ പെഹച്ചാനി ആവാസ് എന്ന് പറഞ്ഞാൽ പരിചിതമായ ശബ്ദം കേട്ടിട്ട് ഗാഡി വാല റുക്കുകയാ, വണ്ടിക്കാരൻ അവിടെ നിന്നു. തബ് പക്ഷീനെ കഹ, അപ്പോൾ പക്ഷി പറഞ്ഞു, ദേഖോ മേനെ കിത്നി സാരി ദീമക്കെ ജമാ കർലി ഹെ, നോക്ക് ഞാൻ എന്തോരം ചെതലുകളെയാണ് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജമാ കർണ എന്ന് പറഞ്ഞാൽ കൂട്ടി വെക്കുക, കളക്ട് ചെയ്യുക എന്നൊക്കെ അർത്ഥം. गाड़ी वाले को पक्षी की बात समझ में नहीं आई. उसने सिर्फ इतना कहा, तो मैं क्या करूं, ये मेरी दीमकें ले लो और मेरे पंख मुझे वापस कर दो. पक्षी ने जवाब दिया. गाड़ी वाले को पक्षी की बात समझ में नहीं आई. വണ്ടിക്കാരന് പക്ഷി പറഞ്ഞ കാര്യം മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്ന കഹ, അവൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? तो मैं क्या करूं, അതിന് ഞാൻ എന്ത് ചെയ്യണം. അതായത് വണ്ടിക്കാരനോട് പക്ഷി പറഞ്ഞു, ഇതാ ഞാൻ നിന്നെ എത്ര നേരമായി കാത്തിരിക്കുന്നു, ഞാനിവിടെ നോക്ക് എന്തോരം ചെതലുകളെയാണ് കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കേട്ടോ വണ്ടിക്കാരൻ പറഞ്ഞു, അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? യേ മേരി ദീമക്കെ ലേലോ ഓർ മേരെ പങ്ക് മുझे വാപ്പസ് കർ ദോ. പക്ഷിനെ ജവാബ് ദിയ, ഇതാ എൻ്റെ ഈ ചിതലുകളെല്ലാം എടുത്തോളൂ, എന്നിട്ട് എൻ്റെ തൂവലുകൾ എനിക്ക് തിരിച്ചു തരൂ. പക്ഷി ഉത്തരം പറഞ്ഞു. പക്ഷീനെ ജവാബ് ദിയ, പക്ഷി ഉത്തരം പറഞ്ഞ എന്താണ്? ഈ ചെതലുകളൊക്കെ എടുത്തിട്ട് എനിക്ക് എൻ്റെ തൂവലുകൾ തിരിച്ച് തരൂ. ഗാഡി വാല ഠടാക്കർ ഹസ്പട, വണ്ടിക്കാരൻ പൊട്ടിച്ചിരിച്ചു. ഉസ്നെ കഹ, ബേവക്കൂഫ് मैं दीमक के बदले पंख लेता हूँ, पंख के बदले दीमक नहीं. അപ്പോൾ വണ്ടിക്കാരൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിഡ്ഢി ബേവക്കൂഫ്, मैं दीमक के बदले पंख लेता हूँ, ഞാൻ ചിതലുകൾക്ക് പകരം തൂവലാണ് വാങ്ങുന്നത്. പങ്ക് കെ ബദലെ ദീമക് നഹി, ചെറിയ തൂവലുകൾക്ക് പകരം ചിതലുകളല്ല. ഗാഡി വാലനെ പങ്ക് ശബ്ദ പർ ബഹുത് ജോർ ദിയാ ഥ, വണ്ടിക്കാരനെ പറഞ്ഞപ്പം ഈ പങ്ക് എന്നുള്ള വാക്ക് നല്ലപോലെ ഊന്നിയാണ് പറഞ്ഞത്, നല്ല സ്ട്രെസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഗാഡി വാല ചലാ ഗയാ, പക്ഷി ചട്പടാക്കർ രഹ ഗയാ. ഏക് ദിൻ ഏക് കാലി ബില്ലി ആയി और अपने मुंह में उसे दबाकर चली गई. तब उस पक्षी का खून टपक टपक कर जमीन पर बूंदों की लकीर बना रहा था. गाड़ी वाला चला गया, गाड़ी वाला പോയി. പക്ഷി ഛട്പടാക്കർ രഹ ഗയാ, ഛട്പടാന എന്ന് പറഞ്ഞാൽ പിടയുക എന്നൊക്കെ അർത്ഥമുണ്ട്, അതുപോലെ വളരെയധികം വ്യസനിച്ച് നിൽക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ നമുക്ക് ഭയങ്കര വിഷമം വരുമ്പോൾ ചിലർ കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കൂലേ, അതിന് നമ്മൾ ഛട്പടാന എന്ന് പറയും. പിന്നെ ബഹുത് അതി വ്യാകുൽ ഹോന എന്നും അതിന് അർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അവനാകെ വിഷമിച്ചു പോയി അല്ലേ, അവൻ പിടഞ്ഞുപോയി. നോക്കിയേ, ഏക് ദിൻ ഏക് കാലി ബില്ലി ആയി, ഒരു ദിവസം ഒരു കരിമ്പൂച്ച വന്നു. കാലി ബില്ലി, ബ്ലാക്ക് ക്യാറ്റ് വന്നു. ഓർ അപ്നെ മുഹ്മേ ഉസേ ദബാക്കർ ചലി ഗൈ, അതിൻ്റെ വായിൽ ഈ പക്ഷിയെ അമക്കിക്കൊണ്ട് പോയി. ദബാന എന്ന് പറഞ്ഞാൽ അമർത്തുക എന്നാണ്. തബ് ഉസ് പക്ഷി കാ ഖൂൻ, അപ്പോൾ ആ പക്ഷിയുടെ ചോര, ഖൂൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് എന്നാണ് അർത്ഥം. ടപക് ടപക് കർ, ഈ ടപക്ന എന്ന് പറഞ്ഞാൽ ഇറ്റ് വീഴുക എന്നാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ലീക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴൂലേ വെള്ളമൊക്കെ, അതിനാണ് ടപക്ന എന്ന് പറയുന്നത്, ഇറ്റിറ്റ് വീഴുന്നതിനാണ്. അപ്പോൾ ആ പക്ഷിയുടെ ചോരത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റ് വീണിട്ട് ജമീൻ പർ ബൂന്തോ കി ലക്കീർ ബനാ രഹാ ഥ, നിലത്ത് തുള്ളികളുടെ ഒരു വര ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ പൂച്ച വന്നിട്ട് പക്ഷിയെ കടിച്ചു പിടിച്ചുകൊണ്ട് പോയപ്പം
ആ പക്ഷിയുടെ ചോര നിലത്ത് ഇങ്ങനെ ഇറ്റിറ്റ് വീണ് ചോരത്തുള്ളികൾ കൊണ്ടുള്ള ഒരു വര ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. तो पक्षी और दीमक कहानी यहाँ समाप्त होती है. इस कहानी का एक संदेश है. ഈ കഥയ്ക്കൊരു മെസ്സേജ് ഉണ്ട്. എന്താണെന്നറിയാവോ? ഇസ് കഹാനി കാ നോജവാൻ പക്ഷി ആജ് കെ യുവാ പീഠി കാ പ്രതീക് ഹെ. അതായത് ഈ കഥയിലെ യുവാവായ പക്ഷി എന്നത് ഈ തലമുറയിലെ യുവാക്കളുടെ പ്രതീകമാണ്. അവർ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെയും പരസ്യങ്ങളുടെയും ഒക്കെ പിന്നാലെ പായുകയാണ്. അപ്പോൾ ഒത്തിരി കമ്പനികളുണ്ട്. അവരൊക്കെ നമ്മളെ പരസ്യത്തിൽ കൂടെ ഇങ്ങനെ കൊതിപ്പിക്കും. ഓരോ ഭക്ഷണ സാധനങ്ങളും ഓരോ ശീതളപാനീയങ്ങളും ഒക്കെ കാണിച്ച് നമ്മളെ ഇങ്ങനെ കൊതിപ്പിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ നല്ല ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇവയുടെ പിന്നാലെ പോകും. അത് കഴിഞ്ഞിട്ടോ ഇത് ഭയങ്കര രുചികരമായതുകൊണ്ട് നമ്മൾ ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. ഇത് ജങ്ക് ഫുഡ്സൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാവരും പറയും. പക്ഷേ ഇതിൻ്റെ രുചിയൊക്കെ ഓർക്കുമ്പം നമ്മൾ ആ പറയുന്ന ഒന്നും കേൾക്കുകയില്ല. നമ്മളിതിന് സാവധാനം അഡിക്റ്റായി മാറും. അവസാനം നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് നമ്മൾ പല രോഗത്തിനും അടിമകളായി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് വെളിവ് വരുന്നത്. പക്ഷേ അപ്പോഴേക്കും ഒത്തിരി വൈകിപ്പോയിരിക്കും. അപ്പോൾ ഈ സന്ദേശമാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിരുന്നു. അർത്ഥമൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കുറേ നോട്ടുകൾ എഴുതാനുണ്ട്. കാരണം നമുക്കറിയാം പട്കഥ നമുക്ക് പഠിക്കാനുണ്ട്. പട്കഥ ഒക്കെ ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് നിങ്ങൾക്ക് തരും. നിങ്ങളത് നോക്കി വായിച്ച് മനസ്സിലാക്കി എഴുതിയെടുക്കണം. അതുപോലെ നമുക്ക് സർവനാമവും പരസർഗം കൂടി കൂട്ടിച്ചേർത്ത് എഴുതാനുള്ള ആക്ടിവിറ്റിയൊക്കെ നമ്മൾ ഈ പാഠത്തിനിടെ ചെയ്തിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് നോട്ട് ഞാൻ നിങ്ങൾക്ക് തരും. കുറേ പേരൊക്കെ അത് സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അല്ലാത്തവർ അത് എഴുതിയെടുക്കണം. ओके, तो हम अगली कक्षा में मिलेंगे. धन्यवाद. अलविदा.